എൻ്റെ പേര് ഡേവിസ്. ഞങ്ങൾ ഉടമ്പടി എടുക്കണേക്കാൾ മുന്നേ മാതാവ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ വരാനുള്ള സാഹചര്യം. എൻ്റെ ഭാര്യ ഷിജി, എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് നടവട്ടം സെൻറ്റ് ആൻ്റണീസ് പള്ളി ആണ് ഞങ്ങളുടെ ഇടവക. ഇവിടെ വിഷം തൊട്ട് അണലിപ്പാമ്പായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. മുറ്റത്തെ പുല്ല് പറിച്ചപ്പോൾ പറ്റിയതാണ്. എന്നിട്ട് ആൾ ആകെ സമയം കഴിഞ്ഞു പോയി. ഇവരുടെ കൈമേ എന്തോ കോല് കൊണ്ടതാണെന്ന് വിചാരിച്ച് ഇരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു. എന്നെ എന്തോ കടിച്ചത് പോലെ എനിക്ക് തോന്നി ചേട്ടാന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾ വീണു, ബോധം കെട്ട് വീണു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഇവളെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ മാതാവേന്ന് വിളിച്ചു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കൃപാസന മാതാവ്. ആദ്യം ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറയപ്പോൾ ഇത്രയോ അകലേക്ക് എങ്ങനെ വേണം, നമുക്ക് ഇവിടെ മാതാവില്ലേ എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അപ്പം മുതൽ എൻ്റെ മാതാവിനെ വിളിച്ച് ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് എത്തി. കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പാമ്പാണെന്ന് അറിയുന്നത് അപ്പോഴായിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആകെ അവസ്ഥയിലായി. ഇവൾക്ക് മൂത്രം പോവാതെ ഐസിയുലേക്ക് കയറ്റി. പിന്നെ കിഡ്നി വർക്കൊക്കെ നിന്നു. 24 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ആൾക്കാർ കൃപാസനത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു ഇവരുടെ അവസ്ഥ പ്രാർത്ഥിക്കാനായിട്ട്. ഇവിടേക്ക് വിളിച്ചപ്പോൾ പ്രാർത്ഥന സഹായം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കൊച്ചു തൈലം കൊണ്ട് തന്ന് ഇവരുടെ കൈമ പുരട്ടി. ആകെ നീരായിരുന്നു. ഇവരുടെ വിരൽ പയ്യെ ഒന്ന് അനങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമില്ല, മരുന്ന് കയറിക്കോളും എന്ന് പറഞ്ഞു. മാതാവിൻ്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് മാതാവിന് നന്ദി. അതല്ലാണ്ട് എനിക്ക് 10 വർഷമായി നടുവേദനയായിരുന്നു. ഒരു പണിയെടുക്കാൻ പറ്റാണ്ട് ആയിരുന്നു. ഒന്നല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മരുന്ന് തരില്ല, വേദനയുടെ ഗുളിക അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനെ ആശ്രയിച്ച് മാതാവിനോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 30/11/2023 വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം തന്നു. എനിക്ക് നടുവേദന പൂർണ്ണമായി മാറുകയും ചെയ്തു. ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ പണിയും എടുക്കാം. എനിക്ക് ചായക്കടയാണ്, പശുക്കളുണ്ട്, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഗുളിക ഒന്നും കഴിക്കുന്നില്ല. മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 മക്കളാണ്. 2 പേർക്കും വിശ്വാസമില്ല. ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചാലും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഇവർക്ക് വിശ്വസിക്കുവാനുള്ള കൃപ കൊടുക്കണേന്ന്. അവർ മോള് നല്ല വിശ്വാസത്തിലായി വന്ന് ഉടമ്പടി എടുത്തു. മോനും പയ്യെ ഞങ്ങളുടെ ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ കൂടും. എന്താ ഇവിടേക്ക് വന്നിട്ടില്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ മാതാവ് ഇവിടേക്ക് എത്തിക്കുന്നു. ഞങ്ങൾ തന്നെ ചോറുണ്ടാക്കി അവിടെ അടുത്ത് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുകയും അനാഥാലയത്തിൽ പോയി ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. 139 സങ്കീർത്തനത്തിന് POC ബൈബിൾ നൽകിയിരിക്കുന്ന തലക്കെട്ട് എല്ലാം കാണുന്ന ദൈവം എന്നുള്ളതാണ്. 139 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഡേവിസ് എന്ന സഹോദരനാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരൻ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്: ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവികമായിട്ടുള്ള പദ്ധതിയിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കുന്നത് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. സഹോദരൻ പറയുന്നത് പോലെ തൻ്റെ ഭാര്യയ്ക്ക് ഇഴജന്തുവിൻ്റെ കടിയേൽക്കുന്നു. പരിശുദ്ധ അമ്മയോട്, കൃപാസനത്തിലെ അമ്മയോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നു. കൃപാസനത്തിലെ നേർച്ച വസ്തുവായിട്ടുള്ള തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ആരോഗ്യത്തിലുണ്ടാകുന്നു. തുടർന്ന് കുടുംബം ഒന്നിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, വിശ്വാസത്തിൻ്റെ ഒരു നവീകരണത്തിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാകുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ തീക്ഷ്ണതയുള്ളവരാകുവാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ ഇന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മ ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് അവർക്ക് നന്ദി പറയുവാനായിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. പക്ഷേ ഈ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവികമായിട്ടുള്ള കൃപയുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ.